ഇപ്പോൾ ഞാനൊരു പേടിയുള്ളവരാണെങ്കിൽ ഉം. തിരുമേനിമാരോടൊക്കെ ചോദിച്ച് എല്ലാ വലിയ വലിയ ആൾക്കാരോടൊക്കെ ചോദിച്ച് മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ സത്യം തന്നെ പറയാണ്. പലർക്കും ചിലപ്പോൾ എന്നോട് വിമർശനം തോന്നാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇതിനെ ദേവിയായിട്ട് കണ്ടാൽ അത് തന്നെയാ ദേവി. മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപത്തിൽ വേറെ രൂപമുണ്ട്. മോഹിനിക്ക് കാളി രൂപം പോലെ രൂപമുണ്ട്. ഫിയേഴ്സായ ദേഷ്യപ്പെടുന്ന രൗദ്ര രൂപമുണ്ട് മോഹിനിക്ക്. നമ്മുടെ നിയമങ്ങൾ നമുക്കറിയണം. നമ്മുടെ നിയമങ്ങളോട് നമുക്ക് അറിവില്ലായ്മയാണ് പല കുറ്റകൃത്യങ്ങൾക്കും കാരണം വേണമെങ്കിൽ പറയാം. സത്യം ഞാൻ ആഗ്രഹിക്കുന്ന നിയമം ഒരു +2 ലെവലെങ്കിലും നമ്മൾ പഠിച്ചു തുടങ്ങണം. നമ്മുടെ ഭരണഘടനയെ നമ്മൾ അറിഞ്ഞു തുടങ്ങണം. വീരഭദ്രൻ, ഗണ്ടാകർണൻ, ശാക്തേദേവി, മുത്തപ്പൻ, പിന്നെ കാവൽക്കാരനായിട്ട് വിഷ്ണുമായും ചാത്തന്മാരും കൃത്യമായിട്ട് എത്തി. ഇതെങ്ങനെ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചേട്ടൻ എന്ത് പ്രശ്നം വന്നാൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ എടുത്ത് ചാടും. കാരണം എനിക്ക് അതാ എൻ്റെ സ്വഭാവം. അപ്പം ഈ സ്വഭാവം പണ്ടേ തൊട്ടുണ്ട്. പലർക്കും ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽ കേസ് എന്ത് വന്നാലും ആർക്ക് എന്ത് വന്നാലും ഓടി ഇറങ്ങി ചാടുന്നൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരാളെ സെലക്ട് ചെയ്ത് ദേവി. അല്ലെങ്കിൽ വേറെയും മറ്റേ കുടുംബത്തിൽ എത്രയോ പേരുണ്ട്, അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ കൃത്യമായിട്ട് എന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഇതായിരിക്കാം. അല്ല, അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അമ്മയ്ക്കും അതേ ഒരു സ്വഭാവമാണ് ദേവിക്ക്. തങ്ങളുടെ മക്കൾക്ക് എന്ത് പ്രശ്നമൊന്നും നോക്കിക്കഴിഞ്ഞാൽ അതെന്താണെങ്കിലും അമ്മ അവിടെ ചാടി ഇറങ്ങും, അവിടെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു രീതിയാണ് അമ്മയ്ക്കുള്ളത്. അപ്പൊ അതേ രീതിയിലുള്ളൊരു സെൻസിറ്റീവായ ഒരു സ്വഭാവമുള്ള ഒരാളെ അമ്മ തിരഞ്ഞെടുത്തു എന്ന് വേണം കരുതാൻ. ആയിരിക്കാം, അതൊരു നിയോഗമായിരിക്കാം. കാരണം ദേവി അപ്പോൾ എനിക്കൊരു പേടിയില്ലാത്തതുകൊണ്ട് ദേവി പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരെ എടുത്ത് ചാടും. ഇപ്പോൾ ഞാനൊരു പേടിയുള്ളവരാണെങ്കിൽ തിരുമേനിമാരോടൊക്കെ ചോദിച്ച് എല്ലാ വലിയ വലിയ ആൾക്കാരോടൊക്കെ ചോദിച്ച് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ ഞാനിതൊന്നും ഇപ്പോൾ ഞാൻ ഇതേ കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ കാർപോച്ചിൽ മാറ്റി വെച്ച ആ സമയമില്ലേ, ഞാനൊരു താമ്പൂലം വെച്ച സമയത്ത് ഞാൻ അന്നൊരു കാര്യം പറഞ്ഞു. ശിവന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അന്ന് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിച്ചിരുന്നു അയാളോട്. പ്രശ്നം വെക്കുന്ന ആളോട് ഞാൻ ചോദിച്ചു, ദേവിക്ക് ഈ ഞാൻ കാണിക്കുന്ന എല്ലാ കോപ്രായത്തില് താല്പര്യമുണ്ടോ, എനിക്കൊന്നും അറിയണം. ഇപ്പൊ പൊതുസമൂഹം അങ്ങനെയല്ല പറയുന്നത്, ഞാൻ കാണിക്കുന്നത്. അപ്പൊ അന്ന് പ്രശ്നം വെച്ചപ്പോൾ ആള് പറഞ്ഞമ്മോ, ദേവിക്ക് നീ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും തൃപ്തിയുണ്ട്, പക്ഷെ ദേവിക്ക് ഒരു കാര്യത്തിൽ മാത്രം താല്പര്യമില്ല, കാർപോച്ചിലേക്ക് മാറ്റിയത്. ദേവി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല കാർപോച്ചിൽ മാറണമെന്ന്. ദേവിക്ക് ഇപ്പോൾ ഉള്ളിലിരിക്കാനാണ് താല്പര്യം. ഉള്ളിൽ നിന്റെ അമ്മയായിട്ട് ഇരിക്കാനാണ് താല്പര്യം. അവിടെയാണ് വേറൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ പോകുന്നത്. ഞാൻ കഥ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകുന്നുണ്ട്. സംഭവം ഇത് ഇങ്ങനെ ഓരോ കഥയിലും ഓരോ ക്ലൈമാക്സിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ വാളും ചെലമ്പൊക്കെ വെച്ച് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു ഇൻഡ്യൂഷൻസ് വന്നു, മനസ്സിൽ തോന്നിപ്പിച്ചു മാറ്റി വെക്കണമെന്ന്. അതായത് ദേവി എന്നോട് ആ കറുത്തവാവ് സമയത്തും വെളുത്തവാവ് സമയത്ത് ഒരു ഉള്ളിൽ തോന്നലുണ്ട്. അപ്പോൾ വെളുത്തവാവ് സമയത്തും കറുത്തവാവ് സമയത്തും എൻ്റെ ഉള്ളിലൊരു ഇൻഡ്യൂഷൻ തോന്നും, ഈ ലാസ്റ്റ് ഒരു വർഷമായിട്ട് പുറത്തോട്ട് വെക്കണമെന്ന്. അപ്പോൾ പുറത്തോട്ട് വെക്കാൻ ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങി. ഒരു ഫ്രണ്ട് പോയി വാസ്തുവിനെ നോക്കാൻ നോക്കി. അപ്പോൾ ആ വാസ്തു വരാൻ റെഡിയായില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ, ഒന്നും റെഡിയാവുന്നില്ല, പുറത്തോട്ട് മാറ്റാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ വീണ്ടും കർത്തവാവ് ആകുമ്പോഴേക്കും വീണ്ടും മനസ്സ് തോന്നിപ്പിക്കുന്നുണ്ട് പുറത്തോട്ട് വെക്കാൻ. അപ്പോൾ ഞാൻ ദേവിയോട് ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന്, എന്താണ് ഈ വ്യത്യാസത്തിന് കാണുക. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചത്, സ്വപ്നത്തിൽ കണ്ട ഒരു ആവശ്യം വെച്ചാൽ അമ്മയായിട്ടാണ് ഉള്ളിലിരിക്കുന്നത്. വെളുത്തവാവിന് മാത്രമാണ് ദേവിയാവുന്നത്, കറുത്തവാവിന് മാത്രമാണ് ശാക്തീയ ദേവിയാവുന്നത്. 3 തത്വം: ദേവീ തത്വം, ശാക്തീയ തത്വം, അമ്മ എന്ന തത്വം. അമ്മയ്ക്ക് ഒരിക്കലും വീട് വിട്ടു പോകാൻ താല്പര്യമില്ല, മാതൃഭാവമാണ്. അമ്മയ്ക്ക് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മയായിട്ടിരിക്കാൻ ആഗ്രഹം. 2 സ്ഥലത്ത് ദേവിയായിട്ടും ഒന്ന് ശാക്തീയ ദേവിയായിട്ടും 2 ദേവീ തത്വത്തിലിരിക്കാനാണ് താല്പര്യം. അപ്പോൾ ആ തത്വം മനസ്സിലാക്കിയാണ് ഞാനൊരു വിഗ്രഹം ഉള്ളിൽ വെക്കാൻ വേണ്ടി ഒരു ഓർഡർ ചെയ്തു. അത് പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത്, ഞാൻ സത്യം തന്നെ പറയാണ്, പലർക്കും ചിലപ്പോൾ എന്നോട് വിമർശനം തോന്നാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇതിനെ ദേവിയായിട്ട് കണ്ടാൽ അത് തന്നെയാ ദേവി. പക്ഷെ അത് ഇന്നത്തെ രൂപം എന്നതില്ല. അപ്പോൾ ഞാനൊരു രൂപത്തെ, എനിക്ക് വലിയ ആഗ്രഹം തോന്നി, നാക്ക് പുറത്തോട്ട് ഇടാത്ത സൗമ്യമായിട്ടുള്ളൊരു കാളിരൂപം. ഞാനൊരു വിഗ്രഹം ഓർഡർ ചെയ്തു. പക്ഷെ അത് ഞാൻ അപ്പം തന്നെ ക്യാൻസൽ ചെയ്തു. പക്ഷെ ആ വിഗ്രഹം ഓർഡർ ചെയ്ത സമയത്ത് എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യം പോസിറ്റീവ് നടന്നു. പെട്ടെന്നൊരു സംഭവം, പെട്ടെന്ന് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ ഷെയർ മാർക്കറ്റിലേക്ക് ഇടാറുണ്ട്, അതെനിക്ക് ഇഷ്ടമാണ്.
അതൊരു പൈസ ഒരുപാട് ഇൻവെസ്റ്റ് അല്ല, അതിനെപ്പറ്റി അറിയാൻ ഇഷ്ടമാണ്. ഉം, ഉം, ഞാൻ എല്ലാം അറിയാൻ ശ്രമിക്കാറുണ്ട്, ഉം, ഏത് മേഖലയും ഒന്ന് അറിയാൻ. ഉം, ആ, ഞാൻ ഇപ്പൊ LLB പഠിക്കുന്നത് വക്കീലാവാൻ വേണ്ടിയല്ല, ഉം. എനിക്ക് അറിയണം, ഭരണഘടന അറിയണം, നിയമം അറിയണം. നിയമം അറിയണം. ഉം, ഞാൻ രാജ്യത്തെയും ബഹുമാനിക്കുന്നു, അവിടുത്തെ ഭരണഘടനയും ബഹുമാനിക്കുന്നുണ്ട്. ഉം, നമ്മുടെ നിയമങ്ങൾ നമുക്ക് അറിയണം. നമ്മുടെ നിയമങ്ങളോട് നമുക്ക് അറിവില്ലായ്മയാണ് പല കുറ്റകൃത്യങ്ങൾക്കും കാരണം, ഉം, വേണമെങ്കിൽ പറയാം. ഉം, സത്യം ഞാൻ ആഗ്രഹിക്കുന്ന നിയമം ഒരു +2 ലെവലെങ്കിലും നമ്മൾ പഠിച്ചു തുടങ്ങണം. ഉം, നമ്മുടെ ഭരണഘടനയെ നമ്മൾ അറിഞ്ഞു തുടങ്ങണം. ഉം. എന്നാണ് നമുക്ക് നല്ലൊരു പൗരനാവാൻ പറ്റുള്ളൂ. അതെ, ഒരു നല്ല സ്പിരിച്വാലിറ്റി ആവണമെങ്കിൽ ഹിന്ദുത്വം അറിയണം, അതെ. ഒരു നല്ല രാജപൗരന ആവണമെങ്കിൽ ഭരണഘടന അറിയണം. ഉം, ആ, അപ്പോൾ ഈ സംഭവം, അപ്പോൾ ഞാൻ ഒരു വിഗ്രഹം ഓർഡർ ചെയ്ത് ക്യാൻസൽ ചെയ്തു. കാരണം അത് ക്യാൻസൽ ആവാൻ കാരണം അത് കാളി വിഗ്രഹം തന്നെ അല്ല. മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപത്തിൽ വേറൊരു രൂപമുണ്ട്. മോഹിനിക്ക് കാളി രൂപം പോലെ രൂപമുണ്ട്. ഫിയേഴ്സ് ആയ ദേഷ്യപ്പെടുന്ന രൗദ്ര രൂപമുണ്ട് മോഹിനിക്ക്. അപ്പൊ ഞാൻ വിഗ്രഹം ഓർഡർ ചെയ്തില്ലേ, അപ്പൊ അത് ഞാൻ അറിഞ്ഞത് മോഹിനിയുടെ രൗദ്രമായ രൂപമുണ്ട്. നമുക്കിവിടെ അറിയില്ല, കേരളത്തിൽ അധികം ഇല്ലാത്ത രൂപമാണ്. ആന്ധ്രാപ്രദേശിൽ അവരുടെ കുളത്തിന്റെ ദേവിയായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഞാൻ അതറിഞ്ഞപ്പോൾ അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്ത ഓർഡർ. ഓക്കെ. പക്ഷെ പിന്നീട് ഈ സമയത്ത് ഞാൻ പറയാം, അതൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ ലൈഫിൽ കടക്കട്ടെ തിരിച്ച്. അങ്ങനെ ആ ഒരു ഈ പ്രൊസീജിയറിന്റെ ഇടയിൽ ഞാൻ വാസ്തു ദേവിക്ക് താല്പര്യം മനസ്സിലായി പുറത്തോട്ട് പോകണമെന്ന്. ഞാൻ അപ്പോൾ എന്നോട് എൻ്റെ തിരുമേനി പറഞ്ഞു, നീ ഒന്ന് പുറത്ത് പ്രശ്നം വെക്കുക, അവിടെയും എന്താണ് പറയുന്നത് നോക്കുക. ഞങ്ങൾ അങ്ങനെ പ്രശ്നം വെച്ചു. അപ്പോൾ ആള് പറഞ്ഞു, ദേവിക്ക് പുറത്തോട്ട് പോകാൻ താല്പര്യമുണ്ട്, വടക്ക് കിഴക്ക് സൈഡിലാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ആള് വാസ്തു ചെയ്യുന്ന സമയത്ത് എനിക്കതിൽ വലിയൊരു പൂർണ്ണത കിട്ടുന്നില്ല. ആള് വാസ്തു ചെയ്ത് കാണിച്ചു തന്നു, പക്ഷെ എനിക്കൊരു താല്പര്യം തോന്നിയില്ല. എന്താണെന്ന് എനിക്കറിയാം, ഒരു പൂർണ്ണത കിട്ടിയില്ല. ആള് പ്രശ്നം വെച്ച ആ സമയത്ത് പറഞ്ഞതുപോലെ അല്ല പിന്നീട് വാസ്തു വരച്ചത്. വാസ്തുല ഓരോ ശക്തിയെ വേർതിരിച്ച് വെച്ചതൊക്കെ ഒന്നും അതേപോലെ ആയിരുന്നില്ല. അപ്പൊ എന്തോ ഒരു മനസ്സിലൊരു ഇഷ്ടക്കേട് എന്തോ എനിക്ക് തോന്നി. എന്താണെന്നറിയില്ല. ഞാൻ ദേവിയോട് ചോദിച്ചു, ഞാൻ ഇനി എന്താ ചെയ്യാ, ആരും ഇല്ല, ഇനി ഞാൻ എങ്ങനെ മാറ്റാനാ, ഞാൻ എങ്ങനെ പുറത്തോട്ട് പ്രതിഷ്ഠിക്കും, എനിക്കറിയില്ല. അപ്പോൾ ആ സമയത്ത് ദേവി എന്നെ തോന്നിപ്പിച്ചു, കൃത്യമായിട്ട് ഇൻഡ്യൂഷനായിട്ട് എനിക്ക് തോന്നിപ്പിച്ചു, കാട്ടൂർ ഇരിഞ്ഞാലക്കുട സൈഡിൽ നിന്ന് ഒരാൾ വരുന്നു. സത്യത്തിൽ ആ വരുന്നവൻ കൃത്യമായിട്ട് ഒരിക്കലും വാസ്തുവിനെ ബിസിനസ്സായിട്ട് കണക്കാക്കുന്ന ആളല്ല. ഞാൻ ആളോട് ഫസ്റ്റ് തന്നെ ചോദിച്ചപ്പോൾ കുറേ ഡൗട്ടുകൾ ആളെ കണ്ടപ്പോൾ. ഞാൻ ഒരിക്കലും ആളെ തേടി പോയതല്ല, ഞാൻ തൃശ്ശൂരും അങ്ങനെ പല സ്ഥലത്തേയും നോക്കി. പക്ഷെ കൃത്യമായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് കാട്ടൂർ ഭാഗത്ത് ഒരാളാണ് വാസ്തു. ഒരു നിയോഗം പോലെ ആൾ എൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ആൾ ഫസ്റ്റ് കണ്ടപ്പോൾ ചോദിച്ചത് യുക്തിപരമായിട്ട് കുറേ ചോദ്യം ഞാൻ ചോദിച്ചു. ഈ വാസ്തു അമേരിക്കയിലില്ലേ? അപ്പോൾ ആളിനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ ഗ്ലാസ്സാണ്, എയറും ലൈറ്റും കടക്കുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് ഇഷ്ടിക വെച്ച് സിമ്പിൾ വെച്ച് കെട്ടണം, അവിടെ ലൈറ്റ് സോഴ്സ് ഉണ്ടാവില്ല. അവിടെ വാസ്തുവിൻ്റെ ആവശ്യമുണ്ട്. മറ്റേ സ്ഥലത്ത് വാസ്തുവിൻ്റെ ആവശ്യം അധികം ഇല്ല, കാരണം ഫുൾ ഗ്ലാസ്സിലായിരിക്കും, ഫുൾ എയറും സ്പേസും കടക്കുന്നുണ്ട്. വാസ്തു എന്ന് വെച്ചാൽ സയൻസാണ്. അപ്പക്ക എയറും പ്രകാശവും ഇതൊക്കെ കിട്ടുന്ന ഒരു രീതി ഉണ്ടാക്കാണ് നമ്മുടെ വീട് കുറച്ചും കൂടി പോസിറ്റീവ് ആവാൻ വേണ്ടി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആളാണെങ്കിൽ പാഷനായിട്ട് ചെയ്യുന്ന ആളാണ്. ഒരിക്കലും ഇത് ആള് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഇതായിട്ടല്ല, ഫിനാൻസ് എന്തോ സ്ഥാപനത്തിൽ ആൾക്ക് ഇതിനോടൊരു എന്നുവെച്ചാൽ കർമ്മമായിട്ടല്ല ചിന്തിക്കുന്നത്. ആളൊരു പാഷൻ, ഇതിനെ പറ്റി അറിയാൻ 20 വർഷമായിട്ട് ആൾ പഠിച്ചുകൊണ്ടിരിക്കുക വാസ്തു. ഒരുപാട് വാസ്തു പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു, സ്വയം നോക്കുന്നു, അങ്ങനെ ഒരുപാട് ഇതിനു വേണ്ടി ഒരു സയൻറ്റിസ്റ്റിനെ പോലെ വാസ്തുവിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആള്. കൃത്യമായിട്ട് ദേവി അതിന് യോജിച്ച ഒരാൾ എനിക്ക് തന്നെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതിനർത്ഥമാണ്. കഴിഞ്ഞ ദിവസം ഒരു ജ്യോത്സ്യം വന്നപ്പോൾ നമ്മുടെ നവചണ്ഡി ഹോമത്തിൽ പറ്റിയപ്പോൾ എന്നോട് പറഞ്ഞു, നല്ല രീതിയിലാണ് പ്രതിഷ്ഠിച്ചത്, കൃത്യം അതേ സ്ഥാനം, നല്ല സ്ഥാനം. അപ്പം ആ സ്ഥാനം കൃത്യമായിട്ട് ദേവി എനിക്ക് നല്ലൊരു വ്യക്തിയോട് എനിക്ക് തന്നു. ആള് വന്ന് കൃത്യമായിട്ട് കണക്കൊക്കെ നോക്കി കൃത്യമായിട്ട് ഇങ്ങനെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ അതാണ് സംഭവം. ദേവി എനിക്ക് കൃത്യസമയത്ത് ഓരോരുത്തരെ എൻ്റെ മുമ്പിലേക്ക് എത്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു നിയോഗം ഈ കോയിൻസിഡൻസ് ആയിട്ട് പറയാം, വിശ്വാസത്തിന്റെ ആംഗിളാണ് നമുക്ക് പറയുന്നത്. അല്ല, 1-2 കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കോയിൻസിഡൻസ് ആണെന്ന് പറയാം. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ വരുന്നത്. അതാണ് എല്ലാം എവിടെയോ
ഉണ്ടാവും എന്തോ ഒരു ചൈതന്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ നീങ്ങില്ല. ഇപ്പൊ നവചണ്ഡിക ഹോമം തന്നെ ഞാൻ നടത്താൻ ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ ഈ വാസ്തുവിന്റെ സഹായം കൊണ്ട് ഞാൻ എൻ്റെ ദേവിയെ എല്ലാവരെയും ഞാൻ പുറത്തോട്ട് പ്രതിഷ്ഠിച്ചു. സ്വാർത്ഥിക ഭാഗത്തിൽ മഹാശിവൻ മൃത്യുഞ്ജയനായിട്ടും ദക്ഷിണാമൂർത്തിയായിട്ടും. ദക്ഷിണാമൂർത്തി എന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് മനസ്സിലായോ? അമ്മൂമ്മയ്ക്ക് അൽസമേഴ്സ് വന്നു കഴിഞ്ഞിട്ട് പ്രശ്നം വെച്ച ആ സമയമില്ലേ, അന്ന് പറഞ്ഞു ദക്ഷിണാമൂർത്തിയാണ്. അപ്പൊ എനിക്ക് ഗുരുസ്ഥാനീയനായിട്ട് ദക്ഷിണാമൂർത്തി, അതായത് ജോത്സ്യം പ്രശ്നം വെച്ചപ്പോൾ നിനക്ക് ഗുരുനാഥനില്ലെന്നിട്ട് ചീത്ത പറഞ്ഞ ആ സമയം തൊട്ട് അയാളുടെ നാവുകൊണ്ട് പറഞ്ഞു നിനക്ക് ഗുരുസ്ഥാനീയനാണ് ദക്ഷിണാമൂർത്തി, നിനക്കെല്ലാം പറഞ്ഞു തരുന്ന ആ വ്യക്തിയാ. അപ്പോ അറിവോ ഇതൊന്നും അല്ല വലുത് ഭൂമിയിൽ. അറിയില്ല, നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ അതിനുവേണ്ടി പുറപ്പെട്ടാൽ അതിനനുസരിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവും. കാരണം ആ സമയത്ത് ഞാൻ വിഷമിച്ചിരുന്നു, ഗുരുനാഥനില്ലെന്നുകൊണ്ട് എന്നെ വിമർശിച്ചപ്പോൾ. പക്ഷെ എനിക്ക് അതിൻ്റെ സാധുത എനിക്ക് കിട്ടിയില്ല. കൃത്യമായിട്ട് ഒരു ഗുരുനാഥനെ എനിക്ക് തന്നില്ല എന്നും പറയാം. പക്ഷെ കൃത്യമായിട്ട് എൻ്റെ മനസ്സിൽ ഓരോ സമയത്തും മുന്നോട്ട് പോകാൻ ആരോ എന്നെ നിർണ്ണയിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഗുരു എന്ന് പറയുമ്പോൾ അത് മനുഷ്യരൂപത്തിൽ തന്നെ വേണമെന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ സാക്ഷാൽ ഇവിടെ അത് തെളിഞ്ഞത് ദക്ഷിണാമൂർത്തി ആയിരിക്കാം എന്നെ കൃത്യമായിട്ട് മുന്നോട്ട് നയിപ്പിക്കുന്നത് എൻ്റെ ലൈഫിൻ്റെ ഓരോ കാര്യങ്ങളിലേക്കും. അങ്ങനെ പുറത്തോട്ട് പ്രതിഷ്ഠിച്ചു ദക്ഷിണാമൂർത്തി. അത് കഴിഞ്ഞ് നമ്മുടെ മഹാകാളി, ലക്ഷ്മി, ഭുവനേശ്വരി, ലാസ്റ്റ് ആ ത്രികോണം അവസാനിക്കുന്നത് ത്രിപുരസുന്ദരിയിൽ. ആ ഒരു പിന്നെ കാവൽക്കാരായിട്ട് സപ്തമാതാക്കള്. ഇങ്ങനൊരു ഇതിലാണ് ദേവി അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് ശാക്തേയ തറയാൻ പോകട്ടെ, വീരഭദ്രൻ, ഗണ്ഡാകർണൻ, ശാക്തേയ ദേവി, മുത്തപ്പൻ. പിന്നെ കാവൽക്കാരനായിട്ട് വിഷ്ണുമായും ചാത്തന്മാരും കൃത്യമായിട്ട് എത്തി. ഇതെങ്ങനെ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഇന്നതൊരു അമ്പലം, ചെറിയൊരു അമ്പലമായി മാറി. ഒരു കുടുംബക്ഷേത്രം പണിതു, അത്രയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കുടുംബക്ഷേത്രം മാത്രം ഉണ്ടാക്കി. പക്ഷെ ഇതിന് കേട്ട് ഞാൻ പഴി കേട്ടത് കുറേയാണ്, പരിഹാസം കേട്ടത്. ഒരു വിഗ്രഹം വെച്ചു, അമ്പലം കെട്ടി. ഞാൻ എൻ്റെ കുലത്തെ ദേവിയെ സംരക്ഷിച്ചു. ദേവി എന്നെ തോന്നിപ്പിച്ച സമയത്ത് ഞാൻ കൃത്യമായിട്ട് പ്രതിഷ്ഠിച്ചു. അതെൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പൊ എല്ലാവർക്കും ഓരോ കാര്യത്തിൽ പാഷനോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ നിയോഗം ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു നിയോഗം ഇതായിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് തിരുവുത്സവത്തിന്റെ സമയമായി. അപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, മുന്നോട്ട് പോകണമെന്ന്. എന്നിങ്ങനെ തിരുവുത്സവം സാധാരണ പോലെ നടത്താൻ കയ്യിൽ പൈസ ഇല്ല, സാമ്പത്തികമായി നല്ല പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ അമ്പലം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ഒരു ക്ഷീണം എനിക്കുണ്ട്. കാരണം ഞാനൊരിക്കലും സ്പിരിച്വൽ എനിക്ക് സമ്പാദ്യ വരുമാനം അല്ലല്ലോ. കാരണം ഞാൻ വരുന്നവരോട് പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് പ്രാർത്ഥിക്കാം, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മാക്സിമം ഒഴിവാക്കാനും പതിവ്. എന്തെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്താൽ ഞാൻ പറയും ഒരു ദക്ഷിണയോ ഒന്നും വെക്കണ്ട. കാരണം എനിക്കിതൊരു വരുമാന മാർഗമല്ല. എനിക്ക് നിങ്ങൾക്ക് അറിയുമ്പോൾ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ തോന്നും. അതാണ് ഞാൻ പെടുന്ന അവസ്ഥ. ഞാൻ പറയും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക, എൻ്റെ മനസ്സ് തോന്നുന്ന കാര്യങ്ങളും ചെയ്ത് നോക്ക്. റിസൾട്ട് ഉണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവട്ടെ. ചിലപ്പോഴേക്ക് റിസൾട്ട് ഉണ്ടാവാറുണ്ട്, ദൈവം നിയോഗിച്ച പോലെ, എനിക്കറിയില്ല. അപ്പൊ ഇതൊരിക്കലും വരുമാന മാർഗം അല്ലാത്തതുകൊണ്ട് എനിക്ക് സാമ്പത്തിക പ്രശ്നമാണ്. കാരണം അമ്പലം പണിതൊരു ക്ഷീണത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഇത്തവണ നമുക്ക് ചെറിയൊരു തിരുവുത്സവം നടത്താം, വേറെ ഒന്നും വേണ്ട. പക്ഷെ തിരുമേനി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ തിരുവുത്സവത്തിൽ പറഞ്ഞില്ലേ നവചണ്ഡിക ഹോമം പറഞ്ഞിരുന്നു അല്ലേ? നമുക്ക് അടുത്ത വർഷം നവചണ്ഡിക ഹോമം നടത്തിയാലോ രാഹുലേ? ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഇത്തവണ ഈ വർഷം എനിക്ക് താല്പര്യമില്ല, പൈസ ഇല്ല. പക്ഷെ ഒരു ദിവസം ഞാൻ അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയപ്പോൾ മനസ്സിലൊരു ഇൻട്യൂഷൻ തോന്നി, നവചണ്ഡിക ഹോമം നടത്തേണ്ട സമയമായെന്ന്. അറിയില്ല, അതുവരെ ഇല്ലാത്ത ആഗ്രഹം എങ്ങനെ അതിൻ്റെ ഉള്ളിൽ എത്തിയപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ എവിടെയോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സസ് ഇതിലോട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് മൈൻഡിൽ തോന്നിപ്പിച്ചതായിരിക്കാം. അപ്പോൾ ആ സമയത്ത് ഞാൻ തീരുമാനം എടുക്കുകയാണ് നവചണ്ഡിക ഹോമം. ഞാൻ ഇപ്പോൾ ചിന്തിച്ചു, ഇതൊക്കെ നവചണ്ഡിക ഹോമം നടത്തിപ്പിക്കുന്നത് തോന്നുന്നത് സത്യമാണെങ്കിൽ ഞാൻ ചെറിയൊരു പരീക്ഷ നടത്തും. പരീക്ഷിക്കുന്നതായിരിക്കാം. എൻ്റെ ചെറിയൊരു കുളമുണ്ട്, അതിൽ ഞാനൊരു പൂവിടും. ഈ പൂ കൃത്യമായിട്ട് കിഴക്കോട്ട് നീങ്ങുകയാണെങ്കിൽ നടത്തണം. കൃത്യമായിട്ട് ഒരു പ്രാണി വന്നിട്ട് അത് കിഴക്കോട്ട് മൂവിപ്പിച്ചു. അതെങ്ങനെ കണ്ടു? അത് കണ്ടു. എൻ്റെ കൺമുമ്പിൽ ഒരു ചെറിയ പ്രാണി വന്നിട്ട് ആ പൂവിനൊന്ന് നേറ്റാക്കി. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല.
നേരത്തെ വിഷ്ണുമായ സ്വാമിയെ പറ്റി പറഞ്ഞതുപോലെ ഈ ആ പൂമ്പാറ്റ ആ ഇവിടത്തേക്കും മാറിയിരുന്നത് പോലെ. അപ്പോൾ ഇതേപോലെ സംഭവം എന്തോ ഒരു എനർജി ഉണ്ടാവാം. കാരണം അല്ലെങ്കിൽ ആ പൂവിന് അവിടെ തന്നെ നിൽക്കാം. ഉം. ആ പൂവ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം. ഞാൻ വിഷമിതേമി ഇതിപ്പോൾ പെടുമല്ലോ, നടക്കില്ലല്ലോ, എന്താ ചെയ്യുക? അപ്പോൾ വേണ്ടല്ലേ, നവചണി ഹോമം വേണ്ടല്ലേ? കൃത്യമായിട്ട് ഒരു പ്രാണി വന്നിട്ട് അത് നീക്കി. അപ്പോൾ എനിക്ക് മനസ്സിലുണ്ടെന്ന് ഞാൻ പിന്നെ വീണ്ടും അവിടെ എൻ്റെ അടുത്ത് ചരലാണ് ഇട്ടിരിക്കുന്നത്. ചരലിൽ നിന്ന് എടുക്കും. ഇത് എൻ്റെ മനസ്സിലോണിക്കും ഇരട്ടിയായിരിക്കുമെന്ന്. കൃത്യമായിട്ട് ഇരട്ടിയായിരിക്കും. ഇങ്ങനെ പിന്നെ ലൈഫിൽ ഞാൻ കുറേ കാര്യം ഞാൻ ചിന്തിക്കും, ഇതിങ്ങനെ സംഭവിക്കണം. കൃത്യമായിട്ട് അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നവചണ്ഡി ഹോമം നടത്താനുള്ള വേദി ആണ്. മൂകാംബികയിൽ നടക്കുന്ന നവചണ്ഡി ഹോമത്തിനുള്ള വേദി ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നവചണ്ഡി ഹോമം നടക്കാനുള്ള ഒരു വേദി എൻ്റെ പള്ളത്തെ സദനത്തിലാവുന്നു. ഒരു കുടുംബക്ഷേത്രത്തിലായിരിക്കും ആദ്യമായിട്ടായിരിക്കും നവചണ്ഡി ഹോമം നടക്കുന്നത്. ഇത് ഒരു എനിക്കറിയില്ല, അങ്ങനൊരു സംഭവം വേദി നടക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടും കൂടി ഇല്ല.